ഹലോ ഗൈസ്, ഇനി ഞങ്ങളൊരു ഉപ്പേരി കറി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. മുരിങ്ങ ചപ്പിലുണ്ടല്ലോ, അതിൻ്റെ പൂവിൻ്റെ ഒരു ഉപ്പേരി കറി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാമല്ലോ. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പൂവൊന്നും പറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി വെക്കണേ. അതായിട്ടാകുമ്പോൾ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട്. കടുകും എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ടിട്ടൊന്ന് കടുക് പൊട്ടി വരുമ്പോൾ പച്ചമുളകും കരിവേപ്പില ഇട്ടിട്ടൊന്ന് വറുക്കുന്നുണ്ട്. അത് വറുത്ത് വരുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ച ഉള്ളി കൂട്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ ഞങ്ങൾ കഴുകി വെച്ച മുരിങ്ങയുടെ പൂവുണ്ടല്ലേ, അത് ഇതിലേക്ക് കൂട്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല, അതിലെ വെള്ളം വിടുവേ. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അടച്ച് വെക്കുമ്പോൾ ആ തകയിൽ ആവിയിൽ ഇങ്ങനെ വെള്ളം വിടുമല്ലേ, ആ വെള്ളത്തിൽ വെന്താൽ മതി. അതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. അതായിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ ചേരി വെച്ച തേങ്ങ കൂട്ടുന്നുണ്ട്. തേങ്ങ കൂട്ടിയിട്ട് വാങ്ങിയാൽ നിങ്ങളുടെ കറി റെഡിയായി. വെളുത്തുള്ളി കൂട്ടിയിട്ടുണ്ട് തേങ്ങയുടെ കൂടെ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.